താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. പുണർദം പൂയം നക്ഷത്രജാതർക്ക് 2025 നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ. പുതിയ ജോലിയിൽ പ്രവേശിക്കും. സാമ്പത്തിക ഉയർച്ച ഈ മേഖലകളിൽ നിന്ന്. പുണർദം പൂയം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1201 മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി, വൃശ്ചികം പൂർണ്ണം, ധനു ആദ്യ പകുതി ചേർന്ന 2025 നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ. തുലാമാസത്തിൽ ക്ഷേത്ര ജീവനക്കാർക്ക് ജോലി കൂടുതലുള്ള സമയമായിരിക്കും മുന്നിലുള്ളത്. അതിന് ചേർന്ന സാമ്പത്തിക വർധനവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സുഖം കുറയുന്നത് മനസ്സിന് സ്വസ്ഥത കുറയ്ക്കും. സന്താനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കാളികളാകും. സമയം ഗുണദോഷ സമ്മിശ്രമാകയാൽ ക്ഷേത്ര ദർശനത്തിലൂടെ പ്രതിവിധി കാണുക. വൃശ്ചിക മാസത്തിൽ സർക്കാർ ജോലി ലഭിക്കാൻ അവസരമുള്ള സമയമാണ്. പ്രതീക്ഷിക്കുന്ന ജോലിയിൽ നിന്ന് ഗുണം ലഭിക്കണമെന്നില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും. പണവും പ്രതാപവും നിലനിർത്താൻ സാധിക്കും. ആരോഗ്യ രംഗത്തുള്ളവർക്ക് നേട്ടമുള്ള സമയമാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ രോഗശമനത്തിനു വേണ്ടി പലതരത്തിലുള്ള സഹായങ്ങൾ ഒരുക്കാൻ മുന്നിട്ടിറങ്ങും. ധനുമാസത്തിൽ ഓഹരികളിലേക്ക് നിക്ഷേപിച്ച പണം ലഭിക്കാൻ ചേർന്ന സമയമാണ്. മാധ്യമരംഗത്തുള്ളവർക്കും വ്യാപാരികൾക്കും അനുകൂലവും സാമ്പത്തിക ഉയർച്ചയും ലഭിക്കും. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പ്രതീക്ഷയ്ക്ക് വകയുള്ള സമയമായിരിക്കും. പൂയം നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ വിദേശത്തുള്ളവർ നിലവിലെ ജോലി ഉപേക്ഷിച്ച് പുതിയതിൽ പ്രവേശിക്കും. കർമ്മരംഗത്ത് ശത്രുക്കൾ ഉണ്ടായേക്കാം. വാഹനാപകടങ്ങളിൽ നിന്ന് ദൈവാധീനമുള്ളതിനാൽ രക്ഷപ്പെടും. പങ്കാളിത്ത കച്ചവടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഉചിതം. വൃശ്ചിക മാസത്തിൽ കൃഷിയിൽ നിന്ന് ലാഭം കുറയും. ക്ഷീരകർഷകർക്ക് നേട്ടമുണ്ടാകും. ജോലി കൂടാതെ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റു മാർഗങ്ങളെ ആശ്രയിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തൊഴിൽ രഹിതർക്ക് സാധിക്കും. പല ഇടപാടുകളിലും ഇടനിലക്കാരനായി പ്രവർത്തിച്ച് നേട്ടമുണ്ടാക്കും. ധനുമാസത്തിൽ വിദ്യാഭ്യാസത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്നത് അഭിമാനമാകും. തൊഴിൽ ലക്ഷ്യമാക്കി പുതിയ പാഠ്യപദ്ധതികളിൽ പ്രവേശിക്കും. മന്ദഗതിയിലായ വ്യാപാരം പുഷ്ടിപ്പെടുത്താൻ സാധിക്കും. ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടതായ അവസ്ഥ വരും. സ്വന്തമായ ജോലികളിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഈശ്വരാധീനമുള്ള സമയമായിരിക്കും മുന്നിലുള്ളത്. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.